ഹലോ അസ്സലാമു അലൈക്കും. കള്ളന്മാരെ പേടിച്ചിട്ടൊന്നല്ല നമ്മൾ ഗേറ്റ് അടക്കുന്നത്. ഇനിയിപ്പോ കയറാലും പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. മക ഗേറ്റ് അടച്ചങ്ങാണ്ട് പോയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല കേട്ടോ. അപ്പൊ ഞങ്ങൾ പോകുന്നത് അരീക്കോട്ടേക്കാണ്. അതായത് എന്റെ വലിയ നാത്തൂനെ കെട്ടിച്ചുള്ളത് അരീക്കോട്ടേക്കാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ പോകുന്നത്. മക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ വണ്ടി വേണ്ട ആളാണ്. മോളെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ ആൾക്ക് വണ്ടി വേണ്ട, ഒന്നും വേണ്ട. ആള് ഏത് കുന്നും മലയും വേണമെങ്കിലും കയറി ചാടി പോരും കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ ചുങ്കത്തേക്കാണ് നടന്നു പോയത്. ചുങ്കത്തുനിന്ന് പിന്നെ ബസ് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പാണ്ടിക്കാട് ചെന്നിറങ്ങാൻ. ഞങ്ങൾക്ക് 1, 2, 3, 4 ബസ് കയറിയിട്ടാണ് കേട്ടോ അരീക്കോട് എത്താൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് വളഞ്ഞു തിരിഞ്ഞ വഴി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡയറക്റ്റ് ബസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാണ്ടിക്കാട് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ എന്റെ ചെറിയ നാത്തൂനെ പിക്ക് ചെയ്യാണ്ടായിരുന്നു. വലിയ കാര്യത്തിൽ പിക്ക് ചെയ്യാനെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അവിടുന്ന് പിക്ക് ചെയ്ത് കണ്ട് അടുത്ത ബസ് ഇടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കാറിലൊന്നല്ല. അടുത്ത ബസ് നമുക്ക് പാണ്ടിക്കാട് നിന്ന് മഞ്ചേരിയിലോട്ടാണ് കേട്ടോ. മഞ്ചേരിയിലോട്ട് കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ നല്ലൊരു സൈഡ് സീറ്റ് ഒക്കെ തപ്പി തെരഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മഞ്ചേരി എത്തിയപ്പോ വീട്ടിൽ കടന്നുറങ്ങുന്ന ആളിത് അവിടെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോ ആൾക്കൊന്ന് ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളോട് വെറുതെ പറഞ്ഞതാണ്. ഇനി നമുക്ക് മഞ്ചേരിന്ന് അരീക്കോട്ടേക്കുള്ള ബസ് കയറണം. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഞങ്ങൾക്ക് അരീക്കോട്ടേക്കുള്ള ബസ് കിട്ടി. അങ്ങനെ അത് കയറി ഞങ്ങൾ ഇതാ അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബസ് കയറാണ്ടായിരുന്നു. പക്ഷെ ആ ബസ് നിന്ന് നിർഭാഗ്യവശാൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോക്കാണ് പോയത്. പക്ഷെ ഓട്ടോക്കും ബസ്സിനും നമുക്ക് ഒരേ ചാർജാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ താത്താന്റെ വീട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഉമ്മാനും ഉപ്പാനെ കണ്ടുകാണ്ട് നമ്മൾ നേരെ താത്താന്റെ വീട്ടിലോട്ട് പോയി. ഈ ഒരു വ്ളോഗിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ ഓക്കെ, ബൈ.